പ്ലേ സ്റ്റോറിൽ നമ്മൾ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൽ ചിലത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരാണ്. ചില അത്യാവശ്യ ഘട്ടത്തിന് വേണ്ടി മാത്രം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ആവശ്യം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയും ചെയ്യും. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ പിന്നീട് അതേ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുമ്പോൾ പ്ലേ സ്റ്റോറിൽ തെരഞ്ഞു പിടിച്ചാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണത്തുമില്ല. എന്നാൽ പ്ലേ സ്റ്റോറിൽ തന്നെ മറ്റൊരു ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെയായിട്ടും ഇൻസ്റ്റാൾ ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് പോയ എല്ലാ ആപ്ലിക്കേഷനുകളും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വേണമെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. ഇനി മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, നമ്മൾ ഇതുവരെയായിട്ടും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച ആപ്ലിക്കേഷൻ പിന്നെ കുറെ നാൾ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ, അതൊക്കെ പ്ലേ സ്റ്റോറിലൂടെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ പ്ലേ സ്റ്റോറിൽ തന്നെയുണ്ട്. പിന്നെ അതിനു പുറമെ നമ്മൾ ഓരോ ആപ്ലിക്കേഷനുകൾക്കും ഒരുപാട് പെർമിഷനുകൾ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. നമ്മൾ ഉപയോഗിക്കാതെ വെക്കുന്ന ആപ്ലിക്കേഷനുകളിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഈ പെർമിഷനുകളൊക്കെ റിമൂവ് ചെയ്യുന്ന ഓപ്ഷൻ നമ്മുടെ മൊബൈലിന്റെ അകത്തുള്ള സെറ്റിംഗ്സിലുണ്ട്. ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് ആദ്യം പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് വലതുവശത്തെ മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇവിടെ മാനേജ് എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ദിസ് ഡിവൈസ് എന്ന ഭാഗത്ത് ഒരു ആരോ മാർക്ക് ഉണ്ട്, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ നോട്ട് അൺഇൻസ്റ്റാൾഡ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നിങ്ങൾ ഇതുവരെയായിട്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനുകളും ഇവിടെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് ഒഴിവാക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ അവിടെ ഞാൻ ടച്ച് ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിൽ നിന്ന് ബാക്ക് വരികയാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത പോലെ തന്നെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ മാനേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റീസെൻ്റ്ലി അപ്ഡേറ്റഡ് എന്ന ഭാഗത്ത് ഒരു 3 ലൈൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതിൽ ലീസ്റ്റ് യൂസ്ഡ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ലീസ്റ്റ് യൂസ്ഡ് എന്ന ഭാഗമുണ്ട്, അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ കുറേ കാലമായിട്ട് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകൾ, അതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, മുകളിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ നിങ്ങൾക്ക് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ 50 MB ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകൾ ഇങ്ങനെ നമ്മൾ മൊബൈലിൽ വെക്കുന്നത് നല്ലതല്ല. നമുക്ക് അത്രയും MB ലാഭം കിട്ടും. ഓരോന്നോരോന്ന് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി മറ്റൊരു ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇനി നമ്മുടെ മൊബൈലിലെ സെറ്റിംഗ്സിനകത്ത് പ്രധാനപ്പെട്ട ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലോങ് പ്രസ് ചെയ്യാണ്. ഇവിടെ ഐ ബട്ടൺ കാണാൻ സാധിക്കും, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷന്റെ മെയിൻ സെറ്റിംഗ്സിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ പെർമിഷൻസ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതിൽ മാനേജ് ആപ്പ് ഇൻ അൺയൂസ്ഡ് എന്ന ഭാഗം ഉണ്ടാകും. അവിടെ ഓണിലല്ല എങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് നാൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷന് കൊടുത്ത പെർമിഷനുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസബിൾ ആകും. അങ്ങനെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാ ആപ്ലിക്കേഷനുകൾക്കും ഇങ്ങനെ ഒരു സെറ്റിംഗ്സ് ഉണ്ട്. ആ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ എനബിൾ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാനും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.